നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് ഇറാൻ. ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ തകർക്കും. ഖമേനി ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തത് 5 വർഷങ്ങൾക്ക് ശേഷം. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം തകർത്ത് ഇസ്രായേൽ. സൈനികൻ തോമസ് ചെറിയാന് വിടചൊല്ലി ജന്മനാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക്. ADGPക്കെതിരെ നടപടിക്ക് സാധ്യത. റിപ്പോർട്ട് വരട്ടെ എന്ന് LDF കൺവീനർ. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. തന്നോടൊപ്പം CPIMന്റെ മുതിർന്ന നേതാവുണ്ട് എന്ന് PV അൻവർ. നേതാവ് കണ്ണൂരിലെ പ്രബലൻ. കണ്ണൂരിൽ നിന്നും ഒരു CPIM അംഗം പോലും അൻവറിനൊപ്പമില്ലെന്ന് VK സനോജ്. ഫോൺ ചോർത്തിയതിന് അൻവറിനെതിരെ കേസ്. നിയമസഭയിലെത്താതെ PV അൻവർ. പ്രത്യേക ബ്ലോക്ക് നൽകിയില്ലെങ്കിൽ നിലത്തിരിക്കുമെന്നും അൻവർ. നവകേരള സദസ്സിനിടയിലെ പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ക്ലീൻ ചിറ്റ് നൽകിയത് ആയുധമാക്കി പ്രതിപക്ഷം. കേരള പോലീസ് അടിമക്കൂട്ടമായി മാറിയെന്ന് VD സതീശൻ. നിയമപോരാട്ടത്തിന് കോൺഗ്രസ്. നാളെ ആലപ്പുഴയിൽ പ്രതിഷേധ സംഗമം. നാദാപുരം തുണേരിയിൽ DYFI പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 ലീഗ് പ്രവർത്തകർ കുറ്റക്കാർ. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 15-ന് ശിക്ഷ വിധിക്കും. ആശ്വാസം പകരുന്ന വിധിയെന്ന് DYFI. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ തേടി ഹൈക്കോടതി. ദുരിതാശ്വാസം നൽകുന്നതിൽ കേന്ദ്ര നിലപാട് അറിയിക്കാനും നിർദ്ദേശം. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭ. സൈബർ ആക്രമണങ്ങളിൽ ലോറിയുടമ മനാഫിനെതിരെ കേസ്. പരാതി നൽകിയത് അർജുന്റെ സഹോദരി. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ മനാഫ് ശ്രമിച്ചുവെന്ന് FIR. ആരെയും തമ്മിത്തല്ലിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മനാഫ്. ഞാൻ സമൂഹങ്ങളെ തമ്മിൽ ഈ മതസ്പർദ്ധ ആണെങ്കിൽ ഞാൻ മതങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നു അവർക്കെതിരെ നിൽക്കുന്ന ആളുമാണ്. മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കി തോമസ് കെ തോമസ്. ശരത് പവാർ തീരുമാനിച്ചിട്ടും മുഖ്യമന്ത്രി സമ്മതിക്കാത്തതിൽ അമർഷം. തീരുമാനം മുഖ്യമന്ത്രി തുറന്നു പറയണമെന്നും തോമസ് കെ തോമസ്. ഇതിനെ കിട്ടാതിരിക്കണം. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമല്ലേ, അതായത് അതിനെ കിട്ടാതിരിക്കണം. അത് NCPക്ക് ആണുള്ളെങ്കിൽ NCPക്ക് അത് കിട്ടും. ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഖമേനി പറഞ്ഞു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വയം പ്രതിരോധ സംവിധാനം ശക്തമാക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ രക്തദാഹി എന്നുമായിരുന്നു ഖമേനി വിശേഷിപ്പിച്ചത്. 5 വർഷത്തിനു ശേഷം അയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നടത്തിയ നിലപാട് പ്രഖ്യാപനം ലോകത്തോടുള്ള ഇറാന്റെ സന്ദേശമായിരുന്നു. മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം. മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സജ്ജമാവണം. ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ അംഗീകാരത്തോടെയാണ്. ആവശ്യമായി വന്നാൽ ഇനിയും തിരിച്ചടിക്കും. ഇറാന്റെ ശത്രു പലസ്തീന്റെയും ലെബനന്റെയും ഈജിപ്തിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും ശത്രു എന്നൊന്നില്ല.
ഏത് രാജ്യത്തിന് നേരെയായാലും ശത്രു പൊതുശത്രുവാണ്. എല്ലാ ശത്രുക്കളും ഒരിടത്തു നിന്നുള്ള ആജ്ഞകളാണ് അനുസരിക്കുന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഖമേനി ആഹ്വാനം ചെയ്തു. പലസ്തീന്റെ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ നിലനിൽക്കാനുള്ള അവകാശം പലസ്തീനുണ്ട്. അത് നീതിയുക്തമാണ്. ശക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാന്റെ തുടർ നീക്കമെന്തെന്ന് വ്യക്തമാക്കാൻ ഖമേനി തയ്യാറായില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഉചിതമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഖമേനി പറഞ്ഞുവെക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചു. പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ആണ് ചടങ്ങുകൾ നടന്നത്. സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ കൂടിയാണ് മൃതദേഹം സംസ്കരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, 56 വർഷങ്ങൾക്ക് ശേഷം സൈനികന്റെ മൃതദേഹം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സൈനിക ബഹുമതികളോടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, രാവിലെയാണ് ഇലന്തൂരിലെ വസതിയിൽ തോമസ് ചെറിയാന്റെ മൃതദേഹം എത്തിയത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഭൗതിക ശരീരം സൈനിക വാഹനത്തിലാണ് ഇലന്തൂരിലെത്തിയത്. ഇലന്തൂരിൽ വിലാപയാത്രയെ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിൽ ഭൗതിക ശരീരം എത്തിച്ചത്. തുടർന്ന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം 12 മണിയോടുകൂടി തന്നെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം നേരെ മൃതദേഹം വഹിച്ച് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. അവിടെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. അതിനുശേഷമാണ് സൈന്യം ഔദ്യോഗികമായി ഗാർഡ് ഓഫ് നൽകിയ ബഹുമതികൾ നൽകി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. എന്തായാലും 56 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമാന അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാട് വളരെ വൈകാര്യമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അന്തിമവചനം അർപ്പിക്കാനും എത്തിയത്. നാടൊന്നാകെ ഒഴുകിയെത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതിരുന്ന ഈ വർഷങ്ങൾ കഴിഞ്ഞ ഒരു അപകടത്തിൽ നിന്നും ഭൗതിക ശരീരം കിട്ടുമോ എന്ന് പോലും പ്രതീക്ഷിക്കാതിരുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൈന്യം കണ്ടെത്തുകയും വീട്ടിലെത്തിക്കുകയും ചെയ്ത്. അത് വലിയ സൈനികരോടുള്ള ബഹുമതി എന്ന നിലയ്ക്ക് തന്നെ നാടൊന്നാകെ ഒഴുകിയെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് രാവിലെ തുടങ്ങിയ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതുപോലെ തന്നെ ദേവാലയത്തിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയൊരു ജനാവലി തന്നെ ഉണ്ടായിരുന്നു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചത്. 1968 ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ അപകടമുണ്ടായ സമയത്ത് 102 യാത്രക്കാരുമായി യാത്ര പോയ വിമാനമാണ് മഞ്ഞുമലയിൽ തകർന്നു വീണ് ഈ 102 സൈനികരെ കാണാതാകുന്നത്. അതിലുള്ള വ്യക്തിയാണ് തോമസ് ചെറിയാൻ. തോമസ് ചെറിയാനെ കണ്ടെടുക്കുന്നതിന് വേണ്ടി നിരവധി പ്രയത്നങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. 2003 അദ്ദേഹത്തിന്റെ മരിച്ചതായുള്ള സ്വീകരണം കുടുംബത്തിൽ ലഭിക്കുന്നത്. തുടർന്ന് ഉള്ള നിരവധി തവണ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതശരീരം കണ്ടെത്തുകയും വീട്ടുകാരെ വീണ്ടും സൈന്യം അറിയിക്കുകയും തുടർന്ന് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. എന്തായാലും വലിയ രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ള വെച്ച് ഒരു വ്യത്യസ്തമായ ഒരു തെരച്ചിലാണ് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമാണ് സൈന്യവും ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. നാട് ഒന്നാകെ ഒഴുകിയെത്തിയാണ് തോമസ് ചെറിയാന് വിട നൽകിയത്. കരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വലിയ ജനാവലിയുടെ സ്ഥാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. തീർച്ചയായും അസാധാരണമായ ഒരു ദൗത്യം. അതിൽ ആണ് ഇങ്ങനെ 56 വർഷങ്ങൾക്ക് ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുകയും സംസ്കാര ചടങ്ങ് ധീരസൈനികന് രാജ്യം നൽകിയ യാത്രാമൊഴി, അത് ചരിത്രപരമായ യാത്രാമൊഴി തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം സമാപിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടാകും. ADGPയെ മാറ്റണോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആയിരിക്കും തീരുമാനം എടുക്കുക എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ADGP വിഷയം പരിശോധിച്ചു വരികയാണ് എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ADGP വീഴ്ച
റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കുറ്റക്കാരൻ എങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് ശരിയായ രീതിയെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. സിപിഐയുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ADGPക്കെതിരായ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോ തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ്. പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ക്യാബിനറ്റും ഏകണ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തനിക്ക് കണ്ണൂരിലെ ഒരു പ്രബല CPIM നേതാവിന് പിന്തുണയുണ്ട് എന്നും കൂടുതൽ നേതാക്കൾ പ്രഖ്യാപനത്തിന് ശേഷം തനിക്കൊപ്പം ചേരും എന്നും അൻവർ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. താങ്കളുടെ യോജിച്ച് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ചെറുതും വലുതുമായവര്, ഈ എന്താ പറയാ, ഇതിപ്പോ ഒരു ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്, എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടിട്ടില്ലേ? നമ്മൾ ബോഗി കൊളത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുമതി കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതുപോലെ ഇപ്പൊ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ബോഗി പല സ്ഥലത്തായി കിടക്കുക. ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊളത്തും, പിന്നെ അങ്ങനെ പോകും, അവിടെ നിന്ന് കൊളത്തും, അങ്ങനെ കേരളം മുഴുവൻ അങ്ങനെ ഒരു 2 റൗണ്ട് നടക്കുമ്പോഴത്തേക്ക് കുറെ ബോഗികൾ ഇതിൽ ഘടിപ്പിക്കപ്പെടും. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. PV അൻവറിന് മറുപടിയുമായി DYFI രംഗത്ത് വന്നു. കണ്ണൂരിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് പോയിട്ട് ഒരു CPIM അംഗം പോലും അൻവറിനൊപ്പം ഇല്ല. ഇത് കണ്ണൂരാണ്, അൻവറിന് സ്ഥലം അത്ര മനസ്സിലായിട്ടില്ല എന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ പ്രതിപക്ഷ ഗവൺമെൻറ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുന്നു. പക്ഷെ ഇത്രയും വൈകിയത് CPIയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല. പ്രശ്നം നിലപാടാണ്. നിലപാടിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം, അതിൻ്റെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPI പറഞ്ഞു ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. ഈ റിപ്പോർട്ട് അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട്. അല്ല, സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം എന്റെ പൊന്നു ചങ്ങാതി എല്ലാം ഞാൻ സഭയിൽ ADGP വിഷയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും CPI എടുക്കാമെന്ന സമീപനം? അതൊക്കെ CPIക്കും LDFിനും നല്ല നിലപാടുണ്ട്. LDFിന്റെ ഭാഗമാണ് CPI. ആ CPIക്ക് LDFിന്റെ കാഴ്ചപ്പാടിനെയും നയങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ അറിയാം. ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകാറായപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയെ കാണുന്നത് വിവരവും പുറത്തു വരുന്നത്. എനിക്കറിയില്ല. അല്ല, അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ നിയമസഭയിലെ ഇപ്പൊ ADGP അജിത്കുമാറിനെതിരായ ആക്ഷേപങ്ങളോട് സഭയുടെ ഫ്ലോറിൽ വരുമല്ലോ. അപ്പൊ ഈ CPIയുടെ സമീപനം എന്തായിരിക്കും? ഒരു നിങ്ങൾ തിരക്ക് പിടിക്കല്ലേ? പൊതുസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മുന്നണി കാരണം പൂരം അല്ല, LDFിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം CPIക്കില്ല. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പരിഹാരം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും. ഇടതുപക്ഷ പരിഹാരം എങ്ങനെയായിരിക്കും? അത് നമ്മൾ കാണാം. ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് പരാമർശം, മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായിട്ട് DGPയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അത് പരിഗണിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ എന്താണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള നടപടി ഉണ്ടാകും ADGPക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ
CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. നേരത്തെ ADGPയെ മാറ്റിയേ പറ്റൂ എന്ന നിലപാട് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ബിനോയ് വിശ്വം നിലപാട് ഭയപ്പെടുത്തുന്നു എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബിനോയ് വിശ്വം. പക്ഷേ ADGPയെ പെട്ടെന്ന് മാറ്റാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം കൂടി ചേരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കി വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാധ്യതയടക്കമുണ്ട്. പക്ഷേ അപ്പോഴും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇതിന് മുഹൂർത്തം കുറിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ നൽകിയത്. PV അൻവറിനെതിരെ കേസെടുത്ത മഞ്ചേരി പോലീസ്. അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തി എന്ന പരാമർശത്തിൽ ആണ് കേസ്. ഫോൺ ചോർത്തി എന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കമാൻഡന്റിന്റെ പരാതിയെ തുടർന്നാണ് കേസെടുത്തിട്ടുള്ളത്. ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിനെതിരെയാണ് കേസെന്നും ഫോൺ ചോർത്തുന്നതിൽ കേസ് ഇല്ല എന്നും അൻവർ പ്രതികരിച്ചു. നമ്മളെന്ത് സീക്രട്ടാ പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം ഞാൻ പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? തന്നെ പ്രതിപക്ഷ നിരയിൽ ഇരുത്താൻ പറ്റില്ല എന്ന് PV അൻവർ MLA. CPIഎമ്മിന് തന്നെ പ്രതിപക്ഷമാക്കാൻ വലിയ വ്യഗ്രതയാണ്. നിയമസഭയിൽ തറയിൽ ഇരിക്കാം എന്നും എന്ത് ചെയ്യണമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും PV അൻവർ പറഞ്ഞു. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം അൻവർ സഭയിൽ എത്തിയതുമില്ല. എന്താ പറയാ, പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഞാനതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കത്ത് കൊടുക്കും. അല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിലും ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തമുണ്ടും കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. PV അൻവറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഇനി ഒരു ബന്ധവുമില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവറിനെ LDFിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതായും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് അദ്ദേഹം, MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി CPIഎമ്മിന്റെ പാർലമെന്ററി ബോർഡിൽ അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭാ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹത്തെ സഭയെ കണ്ടിട്ടില്ല. തുടർച്ചയായ വിവാദങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ആദ്യ ദിനം പിരിഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീറും. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. സാമ്പത്തിക സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭയിൽ ചരമോപചാരം. കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് വയനാട് ദുരന്തമെന്ന് സ്പീക്കർ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും സ്പീക്കറുടെ വിമർശനം. ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലമുണ്ടാക്കി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കും.
അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സുരക്ഷിതമായ ജീവിതം പുനഃസ്ഥാപിക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണെന്നും മുഖ്യമന്ത്രി. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് താമസം നേരിടുമോ എന്ന ആശങ്കയുള്ളതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമിയും പുനരധിവാസ പദ്ധതിക്കുമുള്ള പ്രാഥമിക രൂപരേഖയായതായും മന്ത്രി വ്യക്തമാക്കി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. ആശങ്കയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. കാരണം അത്രമേൽ മലയാളി ചൂരൽമലയിലെ ദുരന്തത്തിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്ന ആളുകളുടെ അതേ മനോവേദന വയനാട്ടുകാർക്കുമുണ്ടെന്നായിരുന്നു സ്ഥലം MLA കൂടിയായ ടി സിദ്ദിഖിന്റെ പ്രതികരണം. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാദങ്ങൾക്കിടെ തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്ര നിലപാട് അറിയിക്കണം എന്നും കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച കേസ് എഴുതിത്തള്ളാനുള്ള തീരുമാനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസ്. റിപ്പോർട്ടിന് എതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം നാളെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വട്ടപ്പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമസഭയിൽ വിഷയം ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഞാനും അജയ് ജോൺ കുര്യാക്കോസും ചേർന്ന് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിന് ശേഷം ഉദാസീനമായ ഒരു മനോഭാവമാണ് പോലീസും ക്രൈംബ്രാഞ്ചും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പലതവണയായി ഞങ്ങൾ ഹാജരായി തെളിവുകൾ നൽകി. പെൻഡ്രൈവിൽ 2 തവണയും CD-യിൽ 1 തവണയും തെളിവുകൾ നൽകിയിട്ട് പോലും ഇതിൻ്റെ വിഷ്വൽസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധം നടത്തിയതിന് ലോക്കൽ പോലീസ് ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഞങ്ങളെയാണ് ഈ ഗുണ്ടാ സംഘം, അനിൽ കല്ലിയൂരിന്റെയും സന്ദീപിന്റെയും നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന് ക്ലീൻ ചീറ്റ് നൽകിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരള പോലീസ് അടിമക്കൂട്ടമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പോലീസിനെ നിർവീര്യമാക്കിയെന്നും മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊതുപ്രവർത്തകരെ, അതിന് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗൺമാൻ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലുന്നതിനാ. പോലീസ് പിടിച്ചു കഴിഞ്ഞ് അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത്. അതെല്ലാവരും കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഇദ്ദേഹം ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണം. ഒരു നിമിഷം പോലും ഇരിക്കാൻ, കാരണം നീതിന്യായം നടപ്പാകുന്നില്ല നാട്ടിൽ. ഈ ഭരണപരാജയമാണ്. പോലീസിനെ നിർവീര്യമാക്കി, പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി. ഇത് അവസാനിപ്പിക്കണം. നാദാപുരത്തെ DYFI പ്രവർത്തകൻ ഷിബിൻ വധക്കേസിൽ ലീഗ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. ആദ്യ 6 പ്രതികളും 15, 16 പ്രതികളുമാണ് കുറ്റക്കാർ. മുസ്ലിം ലീഗ് പ്രവർത്തകർ അടക്കം 17 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീലിൽ ആണ് ഉത്തരവ്. നാദാപുരം തൂണേരിയിലെ DYFI പ്രവർത്തകൻ ഷിബിൻ വധക്കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തുടർ നടപടി സർക്കാർ ആലോചിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് അറിയാവുന്നൊരു കേസാണത്. വളരെ ക്രൂരമായി ഒരു DYFI പ്രവർത്തകനായിട്ടുള്ള ഒരു ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്ത സംഭവമാണത്.
അത് ആ നാടിനെ ആകെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചതാണ്. ജനങ്ങളുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്തരം വികാരപരമായ കൊലപാതകമാണ്, വളരെ ക്രൂരമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ 6 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വിധി പറഞ്ഞത് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അത്രയും സാഹുതമായ നടപടിയാണ്. ഇതിന്റെ തുടർ നിലപാടെന്ത് എന്നുള്ളത്, നിയമപരമായ നിലപാട് എന്തെന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് തുടർ കാര്യങ്ങൾ, ഇനി അതിന്റെ മേലെ എല്ലാ പ്രതികൾക്കും മതിയായ ശിക്ഷ കിട്ടിയോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായും ഗവൺമെന്റ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കും. ഷിബിൻ വധക്കേസിൽ ഹൈക്കോടതി വിധി ആശ്വാസം പകരുന്നത് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ലീഗിന്റെ ക്രിമിനൽ രാഷ്ട്രീയത്തിനേറ്റ പ്രഹരമാണ് വിധിയെന്നും വി കെ സനോജ് പറഞ്ഞു. നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള സഖാവ് ഷിബിന്റെ കൊലപാതക കേസിൽ ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ആ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരായിട്ട് ഷിബിന്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഹർജി, അതിനകത്ത് ഇന്ന് ഹൈക്കോടതി ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിൽ എത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ ATM സെന്ററിൽ എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ ATMിലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMുകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെയാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് പിടിയിലായത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാല് വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിൽ എത്തിച്ചത്. പാർട്ടി തീരുമാനിച്ചിട്ടും തന്നെ മന്ത്രിയാക്കാൻ അനുവദിക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പരസ്യപ്രതിഷേധവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ്. തന്റെ അയോഗ്യത എന്ത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് തോമസ് പറഞ്ഞു. എന്നാൽ തോമസ് കെ തോമസ് മാത്രം വിചാരിച്ചതുകൊണ്ട് മന്ത്രിയാകാൻ കഴിയില്ല എന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിന് പ്രതി ചേർത്ത് കേസ്. കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി. സൈബർ വിംഗ് വിശദമായി പരിശോധന നടത്തും. പോലീസ് അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തതോടെ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നു എന്ന് മനാഫ് വ്യക്തമാക്കി. ഉത്തരവാദിത്തപ്പെട്ടവർ അർജുന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ താൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. കേസിൽ പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും മനാഫ് പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഒക്ടോബർ 16-17 തീയതികളിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ പോകുന്നത്. SCO സംഘത്തെ വിദേശകാര്യമന്ത്രിയാണ് നയിക്കുക. ഉച്ചകോടിയിൽ രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുക്കേണ്ടത്. ഇതിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാൽ ആണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവൻ 56,640 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5885, പവൻ 47,080. വെള്ളി ഗ്രാം 99, കിലോ 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.